Hi friends, welcome back. ഈ അടുത്ത കാലത്ത് പല മോട്ടോ ഫോണുകളും ബെസ്റ്റ് ഫോണുകളായിരുന്നു. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ തന്നെ മോട്ടോ ഫോണുകൾ വന്നു കണ്ടിട്ടുണ്ട്. അത്രയും നല്ല ഫോണുകളാണ് മോട്ടോയുടെ പല ഫോണുകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. ശരിയല്ലേ? പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ അത്യാവശ്യം ഒരു ടെൻഷൻ ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ സമയങ്ങളിൽ ചിലയിടങ്ങളിൽ നമ്മൾ കേട്ടൊരു കാര്യം, ഇതിനകത്ത് മോട്ടോ നിറച്ച് ബ്ലോട്ട് വയേഴ്സ് ഒക്കെ വെച്ച് അത് തുടങ്ങി പരിപാടി, ആ ഒരു ക്ലീൻ UI തരുന്ന പരിപാടിയൊക്കെ മോട്ടോ നിർത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ കേട്ടിരുന്നു. സോ സത്യം എന്താണെന്ന് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയല്ല. അപ്പോൾ ഈ കാണുന്നതാണ് മോട്ടോ G73. ഞാൻ ജസ്റ്റ് സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആപ്പ് ഡ്രോ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ ആപ്ലിക്കേഷനുകൾ, കാൽക്കുലേറ്റർ, അങ്ങനെയുള്ള ഡോൾബി അറ്റ്മോസ്, മോട്ടോ, ഫാമിലി സ്പേസ്, ഗെയിം, ജി ബോർഡ്, ഇങ്ങനെ ഗൂഗിളിൻ്റെയും മോട്ടോയുടെയുമായ ഒരുപാട് ആപ്ലിക്കേഷനുകൾ കാണാം. ഫേസ്ബുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതല്ലാതെ മറ്റ് ശല്യക്കാരായ പരസ്യ ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഇതിനകത്ത് കാണാനില്ല. സോ അപ്പോൾ ഇങ്ങനൊരു വാർത്ത, ബ്ലോട്ട് വയേഴ്സിന്റെ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഇത്തിരി ടെൻഷനിലായിരുന്നു, മോട്ടോയും നമ്മളെ ചതിച്ചോ എന്ന്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയില്ല, ഇപ്പോഴും കാര്യങ്ങൾ സെറ്റാണ്. ഇനി ഈ ഫോണിന്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നല്ല വിലയ്ക്ക് ഒരു നല്ല ഫോണായിട്ടാണോ അവർ ഈ ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്? തുടങ്ങുന്നതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഒരു കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, 30 വാട്ട് ചാർജർ, ടൈപ്പ് C to C കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഫോൺ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇതിന്റെ ഒരു ഓവർവ്യൂ അതും ക്വിക്കായിട്ടൊന്ന് നോക്കാം. താഴെ 3.5mm ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ ഡോൾബി അറ്റ്മോസ് എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡറി മൈക്രോഫോൺ കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സ്ലോട്ട് ആണ്, 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് വന്ന രീതിയിൽ ഉപയോഗിക്കാം. റിയർ സൈഡിൽ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡുവൽ ക്യാമറ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, പഞ്ച് ഹോൾ ക്യാമറ. ഇതിന്റെ വില 16-17 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അവിടെ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിട്ട് പല ബ്രാൻഡുകളും ഇപ്പം നോച്ചി പിടിച്ചിരിക്കുകയാണ്. അതാണ് ട്രെൻഡിങ് ആക്കാൻ നോക്കുകയാണ് അവർ. ബട്ട് ഇവർ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പഞ്ച് ഹോൾ കൊടുത്തിരിക്കുന്നു. സോ നല്ല കാര്യങ്ങൾ തന്നെയാണ് മോട്ടോയിൽ ഇപ്പോഴും കാണുന്നത്. സോ അപ്പോൾ ഒരു ഓവർവ്യൂ നമുക്ക് മനസ്സിലായി. ടോട്ടലി മോട്ടോ എല്ലാം ഗ്രേറ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഇനി ഇതിന്റെ പെർഫോമൻസ്, MediaTekന്റെ Dimensity 930 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇന്ത്യാസ് ഫസ്റ്റ് അങ്ങനെ പറയാം. ഇവർ പല പ്രോസസ്സറുകളും ഇന്ത്യാസ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നുള്ള ഒരു ബ്രാൻഡാണ്. ഇത്തവണയും പതിവ് തെറ്റിക്കുന്നില്ല. LPDDR4X റാമും UMCP സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. മെമ്മറി കാർഡ് ഞാൻ ഹൈബ്രിഡ് സ്ലോട്ട് കാണിച്ചു തന്നല്ലോ, 1 TB വരെ നിങ്ങൾക്ക് അതിൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. പെർഫോമൻസിൽ വേറെ ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം ഗെയിം കളിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഗെയിമൊക്കെ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് കളിക്കാം. സോ പെർഫോമൻസ് വൈസ് യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല, പക്ക ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം വരാം, ഏത് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറിന്റെ റേഞ്ചിലാണ് ഈ ഒരു പ്രൊസസ്സർ വരുന്നതെന്ന്. സ്നാപ്ഡ്രാഗൺ 695 പ്രൊസസ്സറിന്റെ റേഞ്ചിലാണ്. അതിന്റെ ഏകദേശം സ്വഭാവം തന്നെയാണ് ഇതിനുള്ളത്. അതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ് എന്നാണ് മോട്ടോ പറയുന്നത്. ക്യാമറ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്. ആ 2 മെഗാ പിക്സലിന്റെ മാക്രോ അതിവിടെ കൊടുത്തിട്ടില്ല. ഒരു വലിയൊരു മിസ്സിംഗ് ആയിപ്പോയല്ലേ. എന്തായാലും ഉള്ള ക്യാമറയെ കുറിച്ച് ഇവർ പറയുന്നത് 2 മൈക്രോണിന്റെ ഒരു പിക്സലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം സെൻസർ സൈസ്, 50,000 രൂപയുടെ Hz 30 പ്രോയിൽ കാണുന്ന അതേ സെൻസർ സൈസ് ആണെന്നാണ് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗംഭീരമായ ലോ ലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളും കളറും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ്. കിട്ടുന്നത് എന്താണെന്ന് കാണണ്ടേ? ഇതാ കണ്ടു നോക്കിക്കോളൂ. ക്യാമറ സാമ്പിളുകളിലേക്ക് വരുമ്പോൾ റിസൾട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സംഗതി? കൊള്ളാവോ? മെയിൻ ക്യാമറ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും ഈ കാണുന്ന രീതിയിലുള്ള റിസൾട്ടാണ് തരുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ശരാശരി ഓക്കെ ക്വാളിറ്റിയാണ്. അതല്ലാതെ ഭയങ്കരമായ നല്ല ക്വാളിറ്റി എന്ന് പറയാനുള്ള ഒരു സംഭവം തോന്നിയില്ല എന്ന് മാത്രം. 2 സെൽഫി ക്യാമറ ഇമേജുകളാണെങ്കിലും ഓക്കെ എന്ന് പറയാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. വീഡിയോ സാമ്പിളുകൾ നമ്മൾ കാണുമ്പോൾ ഓവറോൾ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറയാം. ഫുൾ HD വീഡിയോസൊക്കെ അതിൻ്റെതായ ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയിലുണ്ട്. നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഉണ്ട്. വലിയ അപാകതകളൊന്നും പറയാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും തോന്നിയില്ല. ഓവറോൾ ഡീസൻറ്റ്. 4K ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. അതൊഴിച്ചു നിർത്തിയാൽ വേറെ കുഴപ്പങ്ങളൊന്നും നോർമലി ഇല്ല. ബട്ട് ലോ ലൈറ്റിലെ, അതായത് ഇൻഡോർ ലൈറ്റിങ്ങിൽ ഞാനെടുത്ത സെൽഫി വീഡിയോയിൽ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ക്യാമറ ഒരു ശരാശരി നിലവാരമേ തോന്നിയുള്ളൂ. അപ്പടി അങ്ങോട്ട് നല്ല ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയതാണോ, നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയോ? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണെന്നുള്ളത് ഓർക്കുക. AMOLED ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് കൊടുത്തിരിക്കുന്ന LCD ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയാണ്. 6.5 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ, ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് സിസ്റ്റം കൂടി ഉള്ളത് കൊണ്ട് HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. നിങ്ങളിവിടെ കാണുന്ന പോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് നല്ല ഫുൾ HD കണ്ടന്റുകൾ കാണാം. വൈഡ് 1 L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ കാണാം. പക്ഷേ നെറ്റ്ഫ്ലിക്സിനകത്ത് HDRന്റെ സെക്ഷനൊക്കെ നോൺ എന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ശരിയാവുമായിരിക്കാം. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. വളരെ നന്നായിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇനി ഈ ഫോണിലെ ചില സ്പെഷ്യൽ ഫീച്ചറുകളെ കുറിച്ചൊന്ന് പറയാം.
ജസ്റ്ററുകൾ നമുക്ക് ഇഷ്ടം പോലെ ജസ്റ്ററുകൾ മോട്ടോ ജസ്റ്ററുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. നമ്മളിങ്ങനെ വിരലുകൊണ്ട് താഴേക്ക് ആക്കിയാൽ ഇത് നേരെ താഴോട്ട് ഇറങ്ങി വരും. കണ്ടോ, ഈ രീതി സ്ക്രീൻ ഇറങ്ങി വരുന്ന ഈ ഒരു സെറ്റപ്പ്. ഇതുപോലെ ഒട്ടനവധി ജസ്റ്ററുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പരീക്ഷിക്കാട്ടോ. ഒട്ടനവധി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാമിലി സ്പേസ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്പാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് യൂട്യൂബ് കാണാം, ഒരു ഗെയിം കളിക്കാം. ഈ രീതിയിൽ നമ്മൾ 2 ഗെയിമിൽ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്ത് ഒരു ടൈമറും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടൈമർ കഴിയുന്നവരെ ആ ഒരു ഗെയിം അവർക്ക് കളിക്കാൻ പറ്റും. ആ ടൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ലോക്കായി നിൽക്കും. ബട്ട് അതുവരെ അവർക്ക് വേറെ ഒരു ആപ്പും തുറക്കാൻ പറ്റില്ല. ഈ കാണുന്ന രീതിയിൽ ആ ആപ്പിൽ മാത്രം നിൽക്കും. മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചാലും കൺട്രോൾ സെൻറ്റർ ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഒരു തരത്തിലുള്ള വൈഫൈ ബ്ലൂടൂത്ത് അതിൻ്റെ ഒന്നും ഓപ്ഷൻ ഇല്ല അവിടെ. മൊത്തത്തിൽ കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഫോൺ കളിക്കാൻ കൊടുക്കാൻ പറ്റുമെന്ന് സാരം. പിന്നെ മോട്ടോ സെക്യൂർ എന്ന് പറഞ്ഞൊരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, സെക്യൂർ ഫോൾഡർ, ഫയലുകൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അതിനുള്ള സെക്യൂർ ഫോൾഡർ ഉണ്ട്. നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ എന്ന സംവിധാനമുണ്ട്. ലോക്ക് സ്ക്രീൻ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ പ്രൈവസി ഡാഷ്ബോർഡ്, സെക്യൂരിറ്റി, പ്രൈവസി കൺട്രോള്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു മോട്ടോ സെക്യൂർ എന്നൊരു സെക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് ആപ്പ് ഡ്രോയ്ക്കകത്ത് തന്നെ. സോ അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇത് 13 5G ബാൻഡുകളടക്കം വരുന്ന 5G റെഡി ഫോണാണ്. നിങ്ങൾ 5G സിം എടുത്ത് ഇതിനകത്ത് ഇടുക, നിങ്ങൾക്ക് 5G കിട്ടും. Carrier Aggregation ഉണ്ട്, 4x4 MIMO ടെക്നോളജി ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, NFC ഉണ്ട്. ഒരുവിധം വേണ്ടുന്ന എല്ലാ തരികട സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഒന്നും മിസ്സിംഗ് ഇല്ല. 5000 mAh ബാറ്ററിക്ക് 30 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിലും ചാർജിങ്ങിലും ഒന്നും വലിയ പ്രശ്നമില്ല. ഈ പ്രൈസ് റേഞ്ചിലെ ഒരു ഫോൺ എന്ന രീതിയിൽ ഓക്കെയാണ്. ഇതിന്റെ വെയിറ്റും തിക്നെസ് ഒക്കെ നോക്കിയാൽ 8.29 mm തിക്നെസ് ആണ്, 181 ഗ്രാം വെയിറ്റ് ആണ്. IP52 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 13 വരുന്നത്. അടുത്ത വെർഷൻ, അതായത് ആൻഡ്രോയിഡ് 14 അപ്ഗ്രേഡ് ഷുവർ പറയുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ ലിമിറ്റിനകത്താണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസ് ആണ്. പിന്നെ 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്, മിഡ് നൈറ്റ് ബ്ലൂ, അതേപോലെ ലൂസ് ആൻഡ് വൈറ്റ്. പിന്നെ ഈ ഫോണിന്റെ അവൈലബിലിറ്റി ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. മോട്ടോയുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റീറ്റെയിൽ സ്റ്റോറുകളിലും ഇവരുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള റീറ്റെയിൽ സ്റ്റോറുകളിലും അത് അവൈലബിൾ ആണ്. പ്രൈസ് വന്നിട്ട് 18,999 ആണ് വരുന്നത്. HDFC കാർഡിന്റെ ഓഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു 2000 രൂപ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 16,999 ഈ ഫോൺ കിട്ടും. ആ ഒരു പ്രൈസിന് ബാക്കിയെല്ലാം ഓക്കെയാണ്. ക്യാമറ മാത്രം എനിക്ക് ശരാശരിയായിട്ട് തോന്നി. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. നിങ്ങൾ കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.